ഹായ് ഫ്രണ്ട്സ്, ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ജൂലൈ 28 ഭരണങ്ങാനത്തെ ഭക്തിസാന്ദ്രമാക്കി മാറ്റിയ അൽഫോൻസാമ്മയുടെ തിരുനാൾ. അവിടെ ആയിരങ്ങളും പതിനായിരങ്ങളും ഒന്നിച്ചുകൂടി. എന്താണ് ഇതിന് കാരണം? അതറിയണമെങ്കിൽ അൽഫോൻസ ആരായിരുന്നു എന്നറിയണം. അങ്ങനെയെങ്കിൽ ആ ചരിത്രം നമുക്കൊന്ന് എത്തിനോക്കാമല്ലേ. പാലായിൽ നിന്നും ഏകദേശം 6 കിലോമീറ്റർ ദൂരം ഈരാറ്റുപേട്ട റൂട്ടിൽ സഞ്ചരിച്ചാൽ അൽഫോൻസ ചർച്ചിൽ എത്തിച്ചേരാവുന്നതാണ്. 1910 ഓഗസ്റ്റ് 1 കോട്ടയം ജില്ലയിലെ കുടമാളൂരുള്ള മുട്ടത്തുപാടത്ത് എന്ന പ്രമുഖ കുടുംബത്തിൽ ജോസഫിൻ്റെയും മേരിയുടെയും 4ാമത്തെ മകളായാണ് വിശുദ്ധ അൽഫോൻസാമ്മ ജനിച്ചത്. അവളുടെ മാതാവായ മേരി ഉറങ്ങിക്കിടക്കുമ്പോൾ ഒരു പാമ്പ് തൻ്റെ ശരീരത്തിൽ ചുറ്റിയത് കണ്ട് ഭയപ്പെട്ടതിനാൽ മാസം തികയാതെ 8ാം മാസത്തിലാണ് വിശുദ്ധ ജനിച്ചത്. അവൾ ജനിച്ച് 8 ദിവസമായപ്പോൾ സീറോ മലബാർ സഭയുടെ ആചാരമനുസരിച്ച് ജോസഫ് ചക്കാരയിൽ അച്ഛൻ അൽഫോൻസാമ്മയെ മാമോദിസ മുക്കുകയും അവൾക്ക് അന്നക്കുട്ടി എന്ന പേര് നൽകുകയും ചെയ്തു. 3 മാസങ്ങൾക്ക് ശേഷം മാതാവ് മരിച്ചതിനാൽ അന്നക്കുട്ടി തൻ്റെ ശൈശവം അവളുടെ വല്യപ്പനും വല്യമ്മയ്ക്കുമൊപ്പം ഏലുപറമ്പിലായിരുന്നു ചിലവഴിച്ചത്. ഈ അവസരത്തിലാണ് ആത്മീയ ജീവിതത്തിൻ്റെ ആദ്യ വിത്ത് അവളിൽ വിതയ്ക്കപ്പെട്ടത്. ദൈവഭക്തിയായിരുന്ന അവളുടെ വല്യമ്മ വിശ്വാസത്തിൻ്റെ ആനന്ദത്തെക്കുറിച്ചും പ്രാർത്ഥനയെക്കുറിച്ചും കാരുണ്യത്തെക്കുറിച്ചും അവളെ പറഞ്ഞു മനസ്സിലാക്കി. അവൾക്ക് 5 വയസ്സായപ്പോൾ മുതൽ കുടുംബ പ്രാർത്ഥന അവളാണ് നയിച്ചുകൊണ്ടിരുന്നത്. കുടമാളൂർ പള്ളിയിൽ 1917 നവംബർ 11 അന്നക്കുട്ടി ആദ്യ കുർബാന സ്വീകരിച്ചു. 1917 അന്നക്കുട്ടിയെ പിതാവിൻ്റെ സഹോദരനായ ഏലുപറമ്പിൽ ഈപ്പച്ചൻ തൊണ്ണാങ്കുഴി സർക്കാർ പ്രാഥമിക വിദ്യാലയത്തിൽ ചേർത്തു. അവിടെ അവൾക്ക് ഹിന്ദു മതസ്ഥരായ ധാരാളം സുഹൃത്തുക്കളെ കിട്ടി. പ്രാഥമിക വിദ്യാഭ്യാസം പൂർത്തിയായപ്പോൾ അവൾ തൻ്റെ അമ്മയുടെ സഹോദരിയായിരുന്ന അന്നമ്മ മുരിക്കൻ്റെ മുട്ടിച്ചിറയിലുള്ള ഭവനത്തിലേക്ക് മാറി. വളരെ ചിട്ടയിലും നിയന്ത്രണത്തിലുമായിരുന്നു പേരമ്മയായിരുന്ന അന്നമ്മ അന്നക്കുട്ടിയെ വളർത്തിയിരുന്നത്. അന്നക്കുട്ടിയാകട്ടെ തൻ്റെ തൊട്ടടുത്തുള്ള കർമ്മലീത്ത ആശ്രമത്തിലെ കന്യാസ്ത്രീകളുമായി നല്ല അടുപ്പത്തിലായിരുന്നു. അവൾക്ക് അക്കാലത്തെ നാട്ടുനടപ്പനുസരിച്ചുള്ള വിവാഹപ്രായമായപ്പോൾ അവളുടെ പേരമ്മ സൽസ്വഭാവിയായ ഒരാളെ കൊണ്ട് അന്നക്കുട്ടിയെ വിവാഹം കഴിപ്പിക്കുവാൻ തീരുമാനിച്ചു. അവളാകട്ടെ വിവാഹ ജീവിതം ആഗ്രഹിച്ചിരുന്നില്ല. തൻ്റെ ആഗ്രഹപ്രകാരം കർത്താവിൻ്റെ മണവാട്ടിയായി ജീവിക്കുവാനായി ഒരിക്കൽ അവൾ തൻ്റെ പാദം വരെ ഉമിത്തിയിൽ പൊള്ളിക്കുകയുണ്ടായി. ഇതിനെക്കുറിച്ച് അവൾ ഇപ്രകാരം പറഞ്ഞിരിക്കുന്നു: എനിക്ക് 13 വയസ്സ് പ്രായമുള്ളപ്പോൾ എനിക്ക് കല്യാണം നിശ്ചയിക്കപ്പെട്ടു. അതൊഴിവാക്കാനായി ഞാൻ എന്ത് ചെയ്യണം? ആ രാത്രി മുഴുവൻ ഞാൻ പ്രാർത്ഥിച്ചു. അപ്പോൾ എനിക്ക് ഒരു ബുദ്ധി തോന്നി. എൻ്റെ ശരീരം കുറച്ച് വികൃതമായാൽ എന്നെ ആരും ഇഷ്ടപ്പെടുകയില്ല. ഞാൻ സഹിച്ചതെല്ലാം എൻ്റെ ഉള്ളിലുള്ള മഹത്തായ ലക്ഷ്യത്തിനു വേണ്ടിയാണ്. വിശുദ്ധ ഫ്രാൻസിസ് അസിസിയെ ആധ്യാത്മിക നേതാവായി കാണുന്ന ക്ലാരിസ്റ്റ് കോൺഗ്രിഗേഷനിൽ ചേരുക എന്നതായിരുന്നു അവളുടെ ആഗ്രഹം. അതിനായി 1927 മെയ് 24 അവൾ ഭരണങ്ങാനത്തുള്ള അവരുടെ കോളേജിൽ ചേർന്ന് അവിടെ താമസിച്ചുകൊണ്ട് 7ാം തരത്തിൽ പഠിക്കുവാൻ തുടങ്ങി. കന്യാസ്ത്രീ ആകുന്നതിൻ്റെ ആദ്യപടിയായി 1928 ഓഗസ്റ്റ് 2 അന്നക്കുട്ടി ശിരോവസ്ത്രം സ്വീകരിച്ചു. ആ ദിവസം വിശുദ്ധ അൽഫോൻസ് ഗ്രിഗോറിയുടെ തിരുനാൾ ദിവസം ആയതിനാൽ വിശുദ്ധൻ്റെ ആദരണാർത്ഥം അൽഫോൻസ എന്ന നാമമാണ് അവൾക്ക് നൽകപ്പെട്ടത്. സഭാവസ്ത്ര സ്വീകരണത്തിനായി അൽഫോൻസ ഭരണങ്ങാനത്ത് തിരിച്ചെത്തുകയും 1930 മെയ് 19 ഭരണങ്ങാനം ഫെറോന പള്ളിയിൽ വെച്ച് ചങ്ങനാശ്ശേരി രൂപതാമെത്രാൻ മാർ ജെയിംസ് കളാശ്ശേരിയിൽ നിന്നും സഭാവസ്ത്രം സ്വീകരിക്കുകയും ചെയ്തു. 1930-35 കാലയളവ് വിശുദ്ധയെ സംബന്ധിച്ചിടത്തോളം അസുഖങ്ങളുടെ ഒരു കാലമായിരുന്നു. 1932 കോട്ടയം ജില്ലയിലെ വാകക്കാട് എന്ന സ്ഥലത്തെ ക്ലാരമഠം വക പ്രൈമറി സ്കൂളിൽ അധ്യാപികയായി പ്രവർത്തിച്ചു. എന്നാൽ അനാരോഗ്യ നിമിത്തം
1 വർഷം മാത്രമാണ് ആ സ്ഥാനത്ത് തുടരുവാൻ കഴിഞ്ഞത്. 1935 ഓഗസ്റ്റ് 12-ന് ചങ്ങനാശ്ശേരി ക്ലാരമഠത്തിൽ അവൾ നൊവിഷ്യേറ്റിനായി പ്രവേശിപ്പിക്കപ്പെട്ടു. അൽഫോൻസാമ്മയെ ബർമിങ്ങാനം മഠത്തിൽ സ്വീകരിച്ച ഉരുസലമിയും CMI വൈദികനും അൽഫോൻസാമ്മയുടെ ഇടവകാംഗവുമായ ലൂയിസ് അച്ഛനുമാണ് ഗുരുഭൂതന്മാരായും ആധ്യാത്മിക ഗുരുവായും അൽഫോൻസാമ്മയ്ക്ക് ലഭിച്ചത്. ഒരാഴ്ചയ്ക്ക് ശേഷം അൽഫോൻസാമ്മ വീണ്ടും രോഗബാധിതയായി. അവൾക്ക് മൂക്കിൽ നിന്നും രക്തസ്രാവം ഉണ്ടാവുകയും കാലിൽ വ്രണമുണ്ടാവുകയും ചെയ്തു. വളരെ ദുരിതപൂർണമായ ഈ അവസരത്തിൽ ദൈവദാസനും ഇപ്പോൾ വിശുദ്ധനുമായ ഏലിയാസ് കുര്യാക്കോസ് ചാവറ പിതാവ് അവളുടെ രക്ഷയ്ക്കെത്തി. ചാവറ പിതാവിൻ്റെ മധ്യസ്ഥത്താൽ അവളുടെ രോഗം അത്ഭുതകരമായി സൗഖ്യം പ്രാപിച്ചു. രോഗപീഠകളിൽ നിന്നും താൽക്കാലികമായി മോചിതയായ അൽഫോൻസ 1936 ഓഗസ്റ്റ് 12-ന് വിശുദ്ധ ക്ലാരയുടെ തിരുനാൾ ദിവസം ചങ്ങനാശ്ശേരി മഠത്തിൽ വെച്ച് നിത്യവ്രത വാഗ്ദാനം നടത്തി. ആ സമയം മുതൽ യേശുവിൻ്റെ കുരിശിൻ്റെ ഒരു ഭാഗം തന്നിൽ ഏൽപ്പിക്കപ്പെട്ടു എന്ന ഒരു പ്രതീതിയായിരുന്നു അവൾക്കുണ്ടായിരുന്നത്. യേശു തൻ്റെ മണവാട്ടിയെ സഹനങ്ങൾ കൊണ്ട് നിറഞ്ഞ ജീവിതത്തിലൂടെയായിരുന്നു പൂർണ്ണയാക്കിയിരുന്നത്. ഓഗസ്റ്റ് 14-ന് അവൾ ബർമിങ്ങാനത്തേക്ക് തിരിച്ചു പോന്നു. വിവിധ തരത്തിലുള്ള അസുഖങ്ങളാൽ വിശുദ്ധ ഏറെ സഹനങ്ങൾ ഏറ്റുവാങ്ങി. ടൈഫോയിഡ്, പനി, ന്യൂമോണിയ എന്നീ അസുഖങ്ങൾ ഒന്നിനു പുറകെ ഒന്നായി വിശുദ്ധയെ പിടികൂടി. 1940 ഒക്ടോബർ മാസം സന്ധ്യാപ്രാർത്ഥനയ്ക്കായി എല്ലാവരും ചാപ്പലിൽ പോയി. ആ സമയത്ത് അൽഫോൻസ ഒരു കാൽപ്പെരുമാറ്റം കേട്ടു. അവിടേക്ക് തൻ്റെ ദൃഷ്ടികളെ അയച്ചപ്പോൾ കറുത്തിരുണ്ട ഒരു മനുഷ്യനെ കണ്ടു. ഭയന്നു വിറച്ച അവൾ നിലവിളിക്കുന്നത് കേട്ട് അൽഫോൻസാമ്മയുടെ കൂടെയുണ്ടായിരുന്ന മറ്റ് സിസ്റ്റേഴ്സ് അവിടേക്ക് ഓടിയെത്തുകയും കള്ളൻ രക്ഷപ്പെടുകയും ചെയ്തു. എന്നാൽ മോഷണ വസ്തുക്കൾ അവിടെ നിന്നും ലഭിച്ചതിനാൽ സംഭവം സത്യമെന്ന് മറ്റുള്ളവർ വിശ്വസിച്ചു. ഈ സംഭവത്താൽ ഭയന്നുപോയ അൽഫോൻസ തളർന്നുപോയി. 1945 വിശുദ്ധയ്ക്ക് അതികലശലായ അസുഖം പിടിപെട്ടു. അവളുടെ ശരീരത്തെ കീഴടക്കിയ നാനാവിധത്തിലുള്ള രോഗങ്ങൾ അവളുടെ അന്ത്യനിമിഷങ്ങൾ ദുരിതപൂർണമാക്കി. ആമാശയവീക്കവും ഉദരസംബന്ധമായ അസുഖങ്ങളും കാരണം വിശുദ്ധ ഒരു ദിവസം തന്നെ 40 പ്രാവശ്യത്തോളം ഛർദ്ദിക്കുമായിരുന്നു. അപ്രകാരം രോഗാവസ്ഥയുടെ പാരമ്യതയിൽ 1946 ജൂലൈ 28-ന് ബർമിങ്ങാനം ഫ്രാൻസിസ്കൻ ക്ലാരിസ്റ്റ് മഠത്തിൽ വെച്ച് സിസ്റ്റർ അൽഫോൻസ കർത്താവിൽ അന്ത്യനിദ്ര പ്രാപിച്ചു. 1953 ഡിസംബർ 2-ന് ദൈവദാസിയായും 1984 നവംബർ 9-ന് ധന്യപദവിയിലേക്കും അവൾ ഉയർത്തപ്പെട്ടു. 40 വർഷങ്ങൾക്ക് ശേഷം 1986 ഫെബ്രുവരി 8-ാം തീയതി അൽഫോൻസാമ്മയെ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ വാഴ്ത്തപ്പെട്ടവളായി പ്രഖ്യാപിച്ചു. 2008 മാർച്ച് 1-ാം തീയതി ബെനഡിക്റ്റ് 16-ാമൻ മാർപ്പാപ്പ അൽഫോൻസാമ്മയെ വിശുദ്ധ പദവിയിലേക്ക് ഉയർത്തുവാൻ തീരുമാനിക്കുകയും 2008 ഒക്ടോബർ 12-ന് മറ്റ് 3 വാഴ്ത്തപ്പെട്ടവരോടൊപ്പം അൽഫോൻസാമ്മയെ വിശുദ്ധയായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ഇതാണ് അൽഫോൻസാമ്മയുടെ ജീവചരിത്രം. ഇന്ന് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലുമുള്ള ഭക്തജനങ്ങൾ അവരുടെ നേർച്ച കാഴ്ചകളുമായി ഇവിടേക്ക് ഒഴുകിയെത്തുന്നു. എന്തിനു വേണ്ടിയെന്നോ ആ പുണ്യഭൂമിയിൽ ഒന്ന് കാലുകുത്താനും ആ കബറിടത്തിൽ ഒന്ന് ചുംബിക്കാനും അവരുടെ പ്രാർത്ഥനാ നിയോഗങ്ങളും നന്ദി അർപ്പണവുമായി. ആ പുണ്യഭൂമിയിലെ കുറച്ച് കാഴ്ചകൾ നമുക്കും ഒന്ന് ദർശിക്കാം. ആദ്യമായി എൻ്റെ ഈ ചാനൽ കാണുന്നവർ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ഇനി മറ്റൊരു വീഡിയോയുമായി വരും വരെ ബൈ ബൈ.